മഹിയിൽ എൻ നായക ഈ യാത്രയിൽ വഴികാട്ടുവാൻ കഴിയൂ പൊൻ ദീപമേ ഈ ജീവിതം ശുഭമാക്കുവാൻ കഴിയൂ വരദായക. നിന്റെ നാമം വാഴ്ത്തപ്പെടേണം, നിന്റെ രാജ്യം വരേണം. നിന്റെ നാമം വാഴ്ത്തപ്പെടേണം, നിന്റെ രാജ്യം വരേണം. നിന്റെ ഉള്ളം സ്വർഗത്തിലെ പോൽ മണ്ണിലും വന്നിടേണം. ഈ യാത്രയിൽ വഴികാട്ടുവാൻ കഴിയൂ പൊൻ ദീപമേ ഈ ജീവിതം ശുഭമാക്കുവാൻ കഴിയൂ വരദായക. സ്നേഹതാത രാജാധിരാജ സച്ചിദാനന്ദരൂപ. സ്നേഹതാത രാജാധിരാജ സച്ചിദാനന്ദരൂപ. സർവസൃഷ്ടി ജാലങ്ങളൊന്നായി കുമ്പിടുന്നങ്ങേ മുൻപിൽ. ഈ യാത്രയിൽ വഴികാട്ടുവാൻ കഴിയൂ പൊൻ ദീപമേ ഈ ജീവിതം ശുഭമാക്കുവാൻ കഴിയൂ വരദായക. വഴികാട്ടുവാൻ കഴിയൂ പൊൻ ദീപമേ ഈ ജീവിതം ശുഭമാക്കുവാൻ കഴിയൂ വരദായക. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കുചേരുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമ്മുടെ മരണം മൂലം വേർപിരിഞ്ഞ മാതാപിതാക്കൾ നമ്മളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ ത്യാഗങ്ങളെ അനുസ്മരിക്കുന്നൊരു ദിവസം കൂടിയാണ്. അവരുടെ ആത്മശാന്തിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ നാളുകളിൽ എല്ലാ തലമുറകളിലേക്കും അവിടുന്ന് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഇന്നത്തെ ഈ ബലിയിൽ നന്ദി പറയാം. അമ്മച്ചിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. 90 വയസ്സ് പൂർത്തിയാകുന്ന അമ്മച്ചിക്ക് തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയുന്നതിന് നമ്മളോടൊപ്പം അവസരമുണ്ടാവുകയാണ്. അമ്മച്ചിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ കുടുംബത്തിനുള്ള പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ദൈവസമക്ഷം സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ബലി ഭക്തിപൂർവം നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം ഏറ്റുപറയുകയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ഈ കുടുംബാംഗങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ രഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും അങ്ങ് നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളേവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മഹാരാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധിൻ മമനാഥാവിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്കെല്ലാവർക്കും ഇരുന്ന് വചനം ശ്രവിക്കാം. മക്കബായക്കാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. 7 മക്കളുടെ മരണത്തിന് ഇടയായപ്പോൾ അവരുടെ അമ്മ ഇളയ മകനെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വചനഭാഗമാണ് നമ്മൾ കേൾക്കുക. നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, ആത്മീയമായ വളർച്ചയിൽ നമ്മെ സഹായിച്ചു, ശക്തിപ്പെടുത്തി എന്നതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ ഈ വായന തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 മക്കബായരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 7-ാം അധ്യായം 20 മുതൽ വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണം. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സംപൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. പിതാക്കന്മാരുടെ ഭാഷയിൽ അവരോരോരുത്തരെയും ധൈര്യപ്പെടുത്തി. ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചനാശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുസുദിനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. വിരുദല്ലോ മാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുസുദിനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. പകലുകളോടവിരതമവിടുത്തെ പുകളുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുസുദിനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുസുദിനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായികവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
ആമേൻ. വിശുദ്ധ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ നിന്നാണ് രണ്ടാമത്തെ വായന തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ കുടുംബത്തിനും ഉണ്ടായിരിക്കേണ്ട മൂല്യങ്ങൾ ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ ശക്തമായൊരു കുടുംബമാകണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട എല്ലാ മൂല്യങ്ങളെയും കുറിച്ചും പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ. കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. ഔദിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ കനലുകൾ കുന്നുകൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. കർത്താവായ മിശിഹായിക്ക് സ്തുതി. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനമായ ദൈവമേ, വചനമായ സത്യമേ, വചനമായ മാർഗമേ, വചനമായ ജീവനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 1 വാക്യങ്ങൾ 46 മുതൽ 56 വരെ. മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർഭങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. മറിയം തൻ്റെ തലമുറകൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടിലൂടെ കടന്നുപോയ സമയങ്ങളുണ്ടായിരുന്നു. എന്നാലെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം ആഗ്രഹിച്ചതുപോലെ നിറവേറ്റുമെന്ന് അവിടുന്ന് നമ്മെ അറിയിക്കുന്നു. പരിശുദ്ധ കന്യാമറിയം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഗീതം ആലപിച്ചതുപോലെ നമുക്കും എന്നും ദൈവത്തിന് സ്തോത്രം പറയാൻ ഇടയാകട്ടെ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും.
ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോട് കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവ് ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകല നീതിയും പൂർത്തിയാക്കാൻ യോഹന്നാൻ നീ മാമോദീസ സ്വീകരിച്ച മിശിഹായെ നിന്റെ കൽപ്പനകൾ വിശ്വസ്തപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജോർദാനിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ തിരുത്വത്തിൻ്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായി ക്രൈസ്തവ ജീവിതം നയിക്കാൻ സഭാ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിൻ്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സത്പ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്താൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നൽമകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ പ്രാർത്ഥനകളും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങൾ അങ്ങ് ബലിപീഠത്തിൽ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള താല്പര്യങ്ങളും ആവശ്യങ്ങളും ആകാംക്ഷകളും ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാത്തിനും നന്മ വരുത്താൻ സാധ്യതയുള്ള അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കാൻ എപ്പോഴും അനുഗ്രഹിക്കണമേ. സമാധാനത്തോടും സന്തോഷത്തോടും എന്നും കൃതജ്ഞതയോടെ അങ്ങയുടെ സന്നിധിയിൽ അണയാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും, പ്രത്യേകിച്ച് ഞങ്ങളെ സഹായിക്കുന്ന നാനാജാതി മതസ്ഥരെയും, ഞങ്ങളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെയും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുയരുന്ന ഓരോ പ്രാർത്ഥനകളും സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അപ്പവും വീഞ്ഞുമീ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമീ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു.
ദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ ആശീർവദിച്ചങ്ങേ കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനെ. അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും മറിയമറിയത്തെ സാദരമോർത്തിടാ പാവന ദീപലിയിൽ. ആദിയിലെ പോലെ എന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനായ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മോട് തുടരുന്നു. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിന് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തിറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാർത്തികാസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലിത്തമാരും മെത്രാവന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിശ്ചയിനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭൃഷ്ടി നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. രാജാവേ, നിൻ സന്നിധിയിൽ
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാ സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാ സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്തുതികളിൽ വാഴുന്ന ദൈവമേ, ഹോശാന ഹോശാന ഹോശാന. ബലവാനായി വാഴുന്ന സ്രഷ്ടാവേ, ഹോശാന ഹോശാന ഹോശാന. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹോശാന 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 ഹോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകലരുമായി ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത്
വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലവച്ച് കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്ക് നല്ല മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി, ഞങ്ങൾക്ക് നല്ല അധ്യാപകരെ നൽകി. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങൾക്കും അങ്ങ് നൽകി. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിനും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമർ, സമർപ്പിതർ, അൽമായി പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, മാതാപിതാക്കൾ, യുവതിയുവാക്കൾ, കുഞ്ഞുമക്കൾ, ദമ്പതികൾ എന്നിവർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിനും, ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേക നിയോഗങ്ങൾക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലമായി ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും അമിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായി വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ രക്ഷണീയ രഹസ്യങ്ങളെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആതിരവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവെ, അങ്ങേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ
സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷേൻ്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യേകം സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളാവുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സഹോദരത്തിനെ നാഥനോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന കർത്താവ് നമുക്ക് വേണ്ട എല്ലാ നന്മകളും വർഷിക്കുന്നവനും നമ്മെ ഐക്യത്തിലും സ്നേഹത്തിലും വളർത്തുന്നവനുമാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്ന കർത്താവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ട് പിതാവായി ദൈവത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന അർത്ഥാവശ്യയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ഈ ദാനം കാണുവിൻ. സഹോദരരെ, ഇത് സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവിൻ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. ആമേൻ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്തേറിയ അപരാധമെല്ലാം പൊറുക്കുവാനും. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ. അലറുന്ന ജീവിതമരുവിൽ പതിക നീരുളിൻ മറവിൽ തളർന്നിരിപ്പൂ. അലറുന്ന ജീവിതമരുവിൽ പതിക നീരുളിൻ മറവിൽ തളർന്നിരിപ്പൂ. അനിവിന്റെ ദീപമേ ഒളിവീശുകില്ല, നീ വഴി കാട്ടുകില്ലയോ നല്ലിടയാ. വഴി കാട്ടുകില്ലയോ നല്ലിടയാ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്തേറിയ അപരാധമെല്ലാം പൊറുക്കുവാനും. മനസ്സാ
വരില്ലേ, ജീവജലം പകരാൻ വരില്ലേ, മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്റെ ഏറിയ അപരാധമെല്ലാം പൊറുക്കുവാനും, മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ. പരിശുദ്ധമായ കൃപ വരുത്താൽ സുത്യർഗവും പരിശുദ്ധവും ജീവിതവും ദൈവികമായ ഈ രഹസ്യങ്ങളെക്കുറിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാപതായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവന്റെ മായദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്കു നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെ സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. വീരവോടു നമ്മിൽ വർഷിച്ച
കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറുടെ മേ സ്വസ്തി. അങ്ങയിൽ നിന്നും സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ദീർഘത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയം വർദ്ധിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ നിന്ന് ആനന്ദവും ആശ്വാസവും പരത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയെ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിലെനിക്കിനി വാക്കില്ല. നേടിയ നന്മകൾ എണ്ണിടാൻ നൽകിയ ജന്മം തികയില്ല. നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിലെനിക്കിനി വാക്കില്ല. നേടിയ നന്മകൾ എണ്ണിടാൻ നൽകിയ ജന്മം തികയില്ല. നാഥാ നന്ദി, യേശുദേവാ നന്ദി, നൽവരങ്ങളേകിടുന്ന നാഥനെ വാഴ്ത്താം. നാഥാ നന്ദി, യേശുദേവാ നന്ദി, നൽവരങ്ങളേകിടുന്ന നാഥനെ വാഴ്ത്താം. ഞാനറിയാതൻ വീതിയിലെ കുഴികൾ മൂടാൻ മുമ്പേ പോയി. ഞാനറിയാതൻ വീതികളിൽ ദീപമുയർത്താൻ മുമ്പേ പോയി. ഞാനറിയാതൻ വീതിയിലെ കുഴികൾ മൂടാൻ മുമ്പേ പോയി. ഞാനറിയാതൻ വീതികളിൽ ദീപമുയർത്താൻ മുമ്പേ പോയി. നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിലെനിക്കിനി വാക്കില്ല. നേടിയ നന്മകൾ എണ്ണിടാൻ നൽകിയ ജന്മം തികയില്ല. നാഥാ നന്ദി, യേശുദേവാ നന്ദി, നൽവരങ്ങളേകിടുന്ന നാഥനെ വാഴ്ത്താം. ഞാനറിയാതൻ ആത്മാവിൽ ആനന്ദം തീരത്തല്ലുന്നു. ഞാനറിയാതൻ നഗവനിൽ സ്നേഹപ്പൂക്കൾ വിടരുന്നു. ഞാനറിയാതൻ ആത്മാവിൽ ആനന്ദം തീരത്തല്ലുന്നു. ഞാനറിയാതൻ നഗവനിൽ സ്നേഹപ്പൂക്കൾ വിടരുന്നു. നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിലെനിക്കിനി വാക്കില്ല. നേടിയ നന്മകൾ എണ്ണിടാൻ നൽകിയ ജന്മം തികയില്ല. നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിലെനിക്കിനി വാക്കില്ല. നേടിയ നന്മകൾ എണ്ണിടാൻ നൽകിയ ജന്മം തികയില്ല. നാഥാ നന്ദി, യേശുദേവാ നന്ദി, നൽവരങ്ങളേകിടുന്ന
വാക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ നമ്മൾ ഈ ബലിപീഠത്തിൽ ഒത്തുകൂടിയപ്പോൾ അമ്മച്ചിയുടെ നവതിയുമായി ബന്ധപ്പെട്ട് ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നു. ഞാൻ ആദ്യം പങ്കുവച്ചത് എൻ്റെ പ്രിയപ്പെട്ട സാജു അച്ഛനായിട്ടാണ്. ഒരു കുർബാന ഇവിടെ അർപ്പിക്കണം, നമുക്കൊരു നല്ല സ്ഥലം വേണം, സാജു അച്ഛൻ വന്ന് അതിൻ്റെ റെക്കോർഡിങ് നടത്തണം എന്ന്. സാജു അച്ഛൻ നമ്മളുടെ മീഡിയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അച്ഛനാണ്. അച്ഛൻ കറുകുറ്റിക്കാരൻ തന്നെയാണ്. ഞാൻ തൃശ്ശൂർ പഠിപ്പിച്ചിട്ടുള്ള അച്ഛനും കൂടിയാണ്. അച്ഛനാണ് ഈ സ്ഥലം നമുക്ക് പറഞ്ഞു തന്നത്. നല്ല ഒതുങ്ങിയൊരു സ്ഥലം. അമ്പൂക്കനച്ഛനാണ് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തത്. ഇവിടുത്തെ സുപ്പീരിയറായ ഞാളിയത്തച്ഛനെ അറിയിക്കുകയും അച്ഛൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് നൽകുകയും ചെയ്തു. ബ്രദർ ബോസ്കോ നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. രണ്ടാമത്തത് നമ്മൾ ചിന്തിച്ചത് നമുക്ക് നല്ലൊരു കൊയർ വേണം. നമ്മളുടെ പാട്ടുകാർക്കും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ദൈവത്തെ സ്തുതിക്കാൻ കുടുംബത്തോടൊപ്പം ഒരു സാധ്യത ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ആൻഡുവിനെയും ജെയ്സിനെയും ജോസേട്ടനെയും പ്രത്യേകമായി അത് ഏൽപ്പിക്കുകയായിരുന്നു. അവരുടെ മനസ്സിലേക്ക് ആദ്യത്തെ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന 2 വ്യക്തികളാണ് പ്രിൻസും ഡെൻസനും. ഏതാണ്ട് 32-33 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ അടുപ്പം ആരംഭിച്ചത്. ഇപ്പോഴവർ 30 വയസ്സ് പോലും തോന്നിക്കാത്ത രീതിയിലാണ് അവരിയ്ക്കുന്നത്. അത്രമാത്രം അടുത്ത നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധമുണ്ടായിരുന്നു. 2 പേരും പറഞ്ഞു, ഞങ്ങൾക്കിതൊരു വലിയ ആദ്യത്തെ ആ വീഡിയോകൾ ഞാൻ വോയിസ് മെസ്സേജ് ഞാൻ കേൾക്കാറുണ്ട്. ഇത്രയും വലിയ ഒരു കുടുംബത്തോടൊപ്പം ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒരവസരം തരുന്നത് ഏറ്റവും വലിയ നന്ദിയാണെന്ന് അറിയിച്ചുകൊണ്ടാണ് അവർ ഈ ഇതിലേക്ക് കടന്നു വന്നത്. അവരാണ് ബാക്കി കാര്യങ്ങൾ, സൗണ്ട് സിസ്റ്റത്തെയും മറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും കൂടെ പാടുന്നവരെ അറേഞ്ച് ചെയ്യാൻ, ഗിറ്റാർ വായിക്കുന്നവരെ അറേഞ്ച് ചെയ്യാൻ എല്ലാവരും പരിശ്രമിച്ചു. ഈ ദിവസങ്ങളിൽ നല്ല തിരക്കുകളുള്ളതാണെന്ന് എനിക്കറിയാം. പരിശീലനത്തിന് പോലും സമയം കണ്ടെത്തി ഞങ്ങളുടെ പാട്ടുകാരും കൂടി ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ഈ കൊയർ ഇവിടെ സജ്ജമാക്കി. ഇത് അമ്മച്ചിക്കും കുടുംബത്തിനുള്ള വലിയൊരു സമ്മാനമാണ് എന്നാണ് അവർ പറഞ്ഞത്. അത് സത്യമായും ശരിയാണ്. ഇന്ന് ശുശ്രൂഷകനായിട്ട് അഭിയുണ്ടായിരുന്നു. കാഴ്ചവെപ്പിൻ്റെ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ കുടുംബക്കാർ ചെയ്തു. ചേട്ടൻ എല്ലാത്തിനും നേതൃത്വം നൽകി. ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ബിന്ദുവും വിജയും വായനയിലുണ്ടായിരുന്നു. മറ്റ് ചേച്ചിമാരെല്ലാവരും ഇതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. അടുത്ത തലമുറയിലേക്കുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. അവരെല്ലാവരും ഇത് കണ്ടിട്ടുണ്ട്. ആത്മീയമായ വളർച്ച നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നന്മകൾ ഉണ്ടാകട്ടെ. ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തിലും സമാധാനത്തിലും ഐക്യത്തിലും സമൃദ്ധിയിലും അവിടെ നമ്മെ കാക്കണേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആരോഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കാം. സൗഖ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്കായിട്ട് നമുക്ക് പോസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും അതിനായിട്ട് ഒരുങ്ങാം.